ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു നെക്ലേസും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഇയറിങ്സും ഉണ്ടാക്കാം. കുറച്ച് ദിവസമായി ഒരു നെക്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അധികം ഹെവി ആയിട്ടുള്ളതല്ല, കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു നെക്ലേസ് ചെയ്യാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇത് സിമ്പിളായിട്ടുള്ളൊരു നെക്ലേസാണ്. നമുക്ക് ഇതെപ്പം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇട്ടിട്ട് പോകാനും പറ്റും. ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ ആണെങ്കിലും സിമ്പിളായിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ചെയിനാണ് ഗൈസ്. ഞാനിതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തായിരുന്നു, എന്നാൽ പിന്നെ ഒരു ലോങ് വീഡിയോയും കൂടെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റോൺസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ച് കൊടുത്ത ശേഷം അതിനെ കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്കൊരു പണി കിട്ടി. ഞാനിങ്ങനെ ഓരോ വീഡിയോ എല്ലാം കണ്ടതുപോലെ ഒന്ന് ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറച്ചധികം കട്ട് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മെഴുകുതിരി വെച്ചൊന്ന് സൈഡൊന്ന് ഉരുക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. മാല ഏകദേശം ഉരുക്കി കൊടുത്തപ്പോൾ ഓക്കെ ആയി കിട്ടി. ജസ്റ്റ് ഒന്ന് സൈഡ് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം മെഴുകുതിരി വെച്ച് ഉരുക്കി കൊടുത്തു. മാല ഏകദേശം ഓക്കെ ആയി കിട്ടി. പക്ഷേ ഇയറിങ്സ് ഒരെണ്ണം ചെയ്തപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തേത് ചെയ്തു തുടങ്ങിയപ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാം അങ്ങ് കത്തിപ്പോയി. എളുപ്പപ്പണി നോക്കിപ്പോയതാ. കിട്ടിയത് കയ്യും ഉരുകി, കയ്യും പൊള്ളി, കമ്മലും കത്തി. പിന്നെ കമ്മലായതുകൊണ്ട് ഒന്നും കൂടെ ചെയ്തെടുത്തു. പക്ഷേ മാലയായിരുന്നെങ്കിൽ മൊത്തത്തിൽ പണി കിട്ടിയേനെ. ഇതേപോലെ ഓരോ വീഡിയോ എല്ലാം നോക്കിപ്പോയി ചെയ്താൽ ഇങ്ങനത്തെ ചില പണികളൊക്കെ കിട്ടും. ആരെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് ചെയ്തേക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ടേബിളെല്ലാം ഫുള്ള് കുളമായി. പിന്നെ കയ്യും കഴുകി ടേബിളെല്ലാം വൃത്തിയാക്കിയ ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി കരയുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ്. അങ്ങനെ കഥ പറഞ്ഞ് മാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. മാലയ്ക്ക് ഇനിയും 2 സൈഡിലും ഓരോ ഐപ്പിന്ന് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഐപ്പിന്നെല്ലാം ഒട്ടിച്ച ശേഷം അതിൻ്റെ പുറയിൽ ബാക്ക് ചെയിനും വെച്ച് കൊടുത്തു. അതിനെന്താ ശരിക്കും പറയാമെന്ന് എനിക്കും അറിയത്തില്ല. തൽക്കാലത്തേക്ക് ബാക്ക് ചെയിൻ എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനെ ബാക്ക് ചെയിനും കൂടെ വെച്ച് കൊടുത്തപ്പോഴേക്കും നമ്മുടെ മാല റെഡിയായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കമ്മലെല്ലാം കത്തിപ്പോയിന്ന്. പിന്നെ കമ്മലൊന്നും കൂടെ ആക്കി എടുത്തപ്പോഴേക്കും ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.